പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വിക്രമിനടുത്തേക്ക് നിവേദ നടന്നു വരികയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിന്റെ സ്വർണം ഞാൻ എടുത്തു തന്നിരിക്കും. അതിന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് വേദ. നീ കാരണമാണ് സ്വർണം പോയ കാര്യം ഈ വീട്ടിൽ എല്ലാവരും അറിഞ്ഞത്. ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അമ്മ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. എല്ലാത്തിനും കാരണക്കാർ നീയാണ്. അപ്പോൾ വേദ പറയുന്നു, നിങ്ങളാണ് ഇതിനെല്ലാം കാരണം, ഞാനല്ല. നിങ്ങൾ ആ വള എന്നോട് ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നല്ലോ. ഞാൻ വള എവിടെയാണ് പോയെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നു. അമ്മയോട് ഞാൻ വള പോയ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛനാണ് അത് ഏറ്റുപിടിച്ചത്. അപ്പോൾ വിനായൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിലുള്ള ആരെങ്കിലും എടുത്തു കാണുമെന്ന്. അച്ഛൻ എല്ലാവരെയും കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ വിക്രം എന്തിനാണ് അത് എടുത്തതെന്ന് പറഞ്ഞത്? വിക്രമിന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ എടുത്ത എൻ്റെ സ്വന്തം ഭാര്യയുടെ വളയാണെന്ന്? അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറയാമായിരുന്നല്ലോ. ഞാൻ നിന്നെ അംഗീകരിച്ചു എന്ന് എല്ലാവരെയും അറിയിക്കാനായിരുന്നല്ലേ നിന്റെ പ്ലാൻ. എന്തായാലും അങ്ങനെ ഒരു കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് വിക്രം പറയുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ നിന്റെ സ്വർണം ഞാൻ തിരിച്ചു തരും. വേദ വിഷമത്തോടെ പറയുകയാണ്, നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങളെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് കണ്ടു കഴിഞ്ഞ്. അപ്പോൾ വിക്രം ദേഷ്യത്തോടെ പറയുന്നു, ഇറങ്ങിപ്പോകാൻ. ഇത്തിരി വൃത്തിയും എടുപ്പുമൊക്കെ ആയിട്ട് ഞാൻ ഏതായാലും ഈ മുറി താമസിക്കുള്ളൂ. പോട്ടെ, പിന്നീട് കാര്യങ്ങളൊക്കെ ആലോചിക്കാം അല്ലേ വിക്രമേട്ടാന്ന് വേദ പറയുന്നു. എൻ്റെ വള നിങ്ങൾ എടുക്കാൻ കാരണം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നൊരു തോന്നലുണ്ടായത് കൊണ്ടാണ്. രണ്ടെണ്ണം വെച്ചിട്ട് നിങ്ങൾ ഒന്നല്ലേ എടുത്തുള്ളൂ. എനിക്കൊന്നിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിക്രം പറയുന്നു. നിങ്ങൾ എൻ്റെ വള കട്ടെടുക്കില്ല എന്ന് എനിക്കറിയാം. എൻ്റെ വീട്ടിൽ നിന്ന് തന്ന 10 ലക്ഷം രൂപ പോലും നിങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു കൊടുത്ത ആളാണ്. അപ്പോൾ നിങ്ങൾ ഈ വള എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനായിരിക്കും എടുത്തിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പാണ്. എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാനും കൂടെ ചേർന്ന് നിങ്ങളുടെ ആ കാര്യം സാധിച്ചു തന്നേനമായിരുന്നല്ലോ എന്ന് വേദ പറയുകയാണ്. സോറി വിക്രം, വിക്രമാണ് ആ വള എടുത്തത് ഞാൻ ചിന്തിച്ചാൽ മതിയായിരുന്നു. എങ്കിലും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. ഇനിയും മുതൽ വിക്രം ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അത് വിക്രം വരുന്നോടം വരെ ഞാനത് ആരോടും പറയാതെ ഇരിക്കും. വിക്രം വന്നു കഴിയുമ്പോൾ ഞാനത് ചോദിക്കും. അങ്ങനെ ഞാനിനി ചെയ്യുകയുള്ളൂ എന്ന് വേദ പറയുകയാണ്. കള്ളൻ എന്ന പേര് വരുത്തി വെക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് മായ്ക്കാനായിട്ട് കുറച്ച് പ്രയാസപ്പെടും. അതുകൊണ്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുപോയതെങ്കിൽ അത് വീട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. വേദ പറയുന്ന കേട്ടിട്ട് വിക്രമിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അടുത്ത സീനി കാണിക്കുന്നത് വിശ്വവും ഭാര്യയും കൂടി കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ പറയുകയാണ്, വിശ്വത്തിൻ്റെ ഭാര്യ പറയാണ്, അവൻ കള്ളനൊന്നും അല്ല, അവനെ വെറുതെ എന്തിനാണ് എല്ലാവരും കൂടെ കൂടി കള്ളനാണെന്ന് പറഞ്ഞ് സംസാരിക്കാൻ. അവൻ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം വിശ്വം പറയുകയാണ്, പിന്നെ കള്ളനെ കള്ളാന്നല്ലാതെ ഹരിചന്ദ്രൻ എന്ന് വിളിക്കാൻ പറ്റുമോ? വിശ്വം പറയുന്നു, അച്ഛൻ പറയുന്ന നീ കേട്ടിട്ടില്ലേ, വിതയ്ക്കാൻ ഒരു കാലം കൊയ്യാൻ ഒരു കാലമെന്ന്. ഇപ്പോഴായിരിക്കും അവന് മോഷ്ടിക്കണമെന്ന് തോന്നിയത്. ആ സമയത്ത് അവൻ മോഷ്ടിച്ചു. ഏട്ടത്തി പറയുകയാണ്, നിങ്ങൾക്ക് പിന്നെ എന്നും ഒരേ കാലമാണല്ലോ, കൊയ്യുന്ന കാലം മാത്രം. ഇനിയിപ്പം നിങ്ങൾ കഴിച്ചത് മതി, മറ്റുള്ളവർക്കൂടെ കഴിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഭക്ഷണപാത്രം എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അടുത്ത മുറിയിലിരുന്ന് നന്ദിനിയും വിനയനും സംസാരിക്കുകയാണ്. അപ്പോൾ വിനയം പറയുന്നു, എൻ്റെ നന്ദിനി, ഞാൻ ശരിക്കും ഓർത്ത് നീ ആയിരിക്കും ആ വള എടുത്തെന്ന്. നിന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ശരിക്കും ഒരു അന്താളിപ്പ് കണ്ട്. അപ്പം നന്ദിനി പറഞ്ഞു, ഞാൻ ആ വളയൊന്നും എടുത്തില്ല, ഇവിടുന്ന് ഒരു വള കാണാതെ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഉണ്ടായ ഒരു ടെൻഷൻ കൊണ്ടാണ് എൻ്റെ മുഖത്ത് അങ്ങനൊരു ഭാവം വന്നതെന്ന് നന്ദിനി പറയുകയാണ്. അല്ല, നിനക്കാണല്ലോ സ്വർണത്തോട് കൂടുതലും ആർത്തിയുള്ളത്, അതുകൊണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്ക് ആവശ്യത്തിന് സ്വർണവും പണവും തന്നിട്ടാണ് എൻ്റെ വീട്ടുകാർ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മറ്റൊരാളുടെ സ്വർണം എടുക്കേണ്ട ആവശ്യമില്ലാന്ന് നന്ദിനി പറയുന്നു. അച്ഛൻ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അവിടേക്ക് റോട്ടയിൽ വന്ന് വിക്രമിൻ്റെ ഒരു കൂട്ടുകാരി ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മ ഇറങ്ങി വന്നിട്ട് പറയുന്നു, മോളെ ജീനെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, നീ എന്താ ഇതുവഴി ഒന്നും വരാതിരുന്നത്? അപ്പോൾ നിന്റെ വിദേശത്തേക്കുള്ള പോക്കൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ, അമ്മയെ വിസ വന്നു, എനിക്ക് പോകാൻ സാധിച്ചില്ല. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ക്യാൻസർ ആയിരുന്നു, അത് 3rd സ്റ്റേജ് ആയിരുന്നു, പക്ഷെ സ്പ്രെഡ് ആയില്ല എന്ന് ജീന പറയുകയാണ്. അമ്മ, ഞാൻ വിക്രമിനെ കാണാൻ വന്നതാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നോക്കൂട്ടി, അവനുമായിട്ടുള്ള എല്ലാ സൗഹൃദങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കണം. അവനിപ്പം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പം മറ്റു പലയിടത്തുനിന്നും ആകും. അത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് അച്ഛൻ പറയുന്നു. ഓ, ഇതാണല്ലേ വേദ. എനിക്ക് നേരത്തെ കുട്ടിയോട് ദേഷ്യമായിരുന്നു. കാരണം രാധയുടെ ജീവൻ തട്ടിപ്പറിക്കാൻ വന്നോളെന്നുള്ളൊരു ദേഷ്യമായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് ജീന പറയുകയാണ്.
എല്ലാവരും പറഞ്ഞു വിക്രമിനെ വിളിച്ചോണ്ട് വരാമെന്ന്. അപ്പോൾ ജീന പറഞ്ഞു വേണ്ട, വിക്രമിനെ വിളിക്കണ്ട, എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം, പകരം ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ബാഗ് തുറന്നിട്ട് ബാഗിൽ നിന്ന് വളയെടുത്ത് നീട്ടുകയാണ്. അത് കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്കിന് ഞാൻ വിക്രമിനെ വിളിച്ചു. അപ്പോൾ വിക്രമാണ് എനിക്ക് ഈ വള കൊണ്ട് തന്നത്. ഇത് വിക്രമിനെ ഏൽപ്പിച്ചാൽ മതി. ഈ വള എൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് എനിക്കിത് പണയം വെച്ചിട്ട് അമ്മയുടെ ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിച്ചത്. വിക്രം എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരമാണെന്ന് ജീന പറയുന്നു. വൈകിട്ടത്തേക്കിന് എനിക്ക് പണം ശരിയായി. രാവിലെ തന്നെ ഈ പണയം എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ അറിയാമല്ലോ അച്ഛാ. അവിടെ പണം കെട്ടിവെച്ചില്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ നടക്കില്ല എന്നുള്ള കാര്യം അറിയാവുന്നതാണല്ലോ. അപ്പോൾ കതക് തുറന്ന് വിക്രം ഇറങ്ങി വരികയാണ്. ആഹാ, ജീനയോ, ഇതെന്താ രാവിലെ? ഇത് ഞാൻ തിരിച്ചു തരാനായിട്ട് വന്നതാണ്. ഇന്നലെ രാത്രി പണം ശരിയായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ പണയം എടുത്ത് ഇങ്ങോട്ട് പോരുകയായിരുന്നു. വിക്രം പറയുന്നു, ആ വള വേദയുടെ കയ്യിലേക്ക് കൊടുത്തേക്കൂ, അത് അവളുടേതാണെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വേദ അറിയാതെയാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോരുത്തരും അറിയാതെയാണ് വിക്രം എൻ്റെ കയ്യിൽ ഈ വള കൊണ്ട് ഏൽപ്പിച്ചതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് ജീന പറയുന്നു. സോറി വേദ, ആ സമയത്ത് എനിക്ക് വേറെ വഴിയൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വിക്രം പറയുന്നു. അമ്മ എന്തായാലും പേടിക്കുമൊന്നും ചെയ്യണ്ട, ഞാൻ എന്തായാലും മോഷണമൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് അമ്മയോട് പറയുകയാണ്. ജീന തിരിച്ചു പോകുന്നതിന് മുമ്പ് മാഷിനോട് പറയാണ്, മാഷേ, വിധിക്കാൻ എളുപ്പമാണ്, പക്ഷെ മനസ്സിലാക്കാനാണ് പാടെന്ന്. പിന്നീട് കാണിക്കുന്ന വിക്രമും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അമ്മ പറയാണ്, നീ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വള എടുത്തതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ വിക്രം പറയുന്നു, അച്ഛൻ അത് അംഗീകരിച്ചിരുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും അച്ഛൻ്റെ കണ്ണിൽ ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായിട്ടാണ് അച്ഛൻ എന്നെ കാണുന്നത് തന്നെ. ഞാൻ കാരണം അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ അമ്മയ്ക്കൊരു ഉറപ്പ് തരാം, ഇനി ഒരിക്കലും ഞാൻ കാരണം അമ്മയ്ക്കൊരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല എന്ന്. വിക്രം റൂമിൽ ഇരുന്ന് ഡ്രസ്സും മാറിക്കൊണ്ടിരുന്ന സമയത്ത് വേദ അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വേദയോട് വിക്രം പറയുന്നു, കയറി വാ വേദ, അകത്തേക്ക് ഇരിക്കൂ. നീ എന്നോട് സോറി പറയാനായിട്ടായിരിക്കും വന്നതല്ലേ? ഒരിക്കലുമല്ല, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾ വീടിനകത്ത് തെമ്മാടിയാണെങ്കിലും പുറത്ത് നിങ്ങൾ നല്ലവനും പരോപകാരിയാണെന്ന് എനിക്കറിയാം. വേദയ്ക്ക് ഞാനൊരു കാപ്പി എടുക്കട്ടെ എന്ന് വിക്രം ചോദിക്കുകയാണ്. കൺഗ്രാറ്റ്സ് വിക്രം, കൺഗ്രാറ്റ്സ്. താങ്ക് യു. വേദ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ വിക്രം വിളിച്ചിട്ട് പറയുന്നു, വേദ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുമോ, ഒന്നിവിടെ വന്നിരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. വേദ അതിശയത്തോടെ വിക്രമിൻ്റെ മുഖത്തോട് നോക്കി നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.